പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജൂൺ 16 തിങ്കൾ. പ്രധാന വാർത്തകൾ. സോഹാർ കോർണിഷ് മലയാളി അസോസിയേഷൻ ക്വിസ് മത്സരവും ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. സോഹാർ സൺലൈറ്റ് റെസ്റ്റോറന്റ് ഹാളിൽ നടന്ന പരിപാടി എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ ഹാറൂൺ റഷീദ് ഉദ്ഘാടനം ചെയ്തു. ഓരോ വാണിജ്യ രജിസ്ട്രേഷനിലും ഒരു ഒമാനി ജീവനക്കാരനെയെങ്കിലും നിയമിക്കണം. ഇത് സംബന്ധിച്ച തീരുമാനം തൊഴിൽ മന്ത്രാലയം പുറത്തിറക്കി. സ്ഥാപിതമായി 1 വർഷം പൂർത്തിയാക്കിയ സ്ഥാപനങ്ങൾക്കാണ് ഇത് ബാധകമാകുക. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ, 10 ജീവനക്കാരിലേറെയുള്ള സംരംഭങ്ങൾ, 10 ജീവനക്കാരിൽ കുറവുള്ളത്, സംരംഭക സ്വയം തൊഴിൽ വ്യക്തികൾ നടത്തിയ വാണിജ്യ രജിസ്ട്രേഷനുകൾ തുടങ്ങിയവയ്ക്കെല്ലാം ഈ തീരുമാനം ബാധകമാണ്. നോർത്ത് അൽ ഷർഖിയ ഗവർണറേറ്റിലെ വാദി ബനി ഖാലിദ് റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നു. വിലായത്ത് പോലീസ് സ്റ്റേഷന് സമീപമുള്ള മനാഖ് പ്രദേശത്ത് നിന്ന് മുസൈറ ഗ്രാമത്തിൽ അവസാനിക്കുന്ന 9 കിലോമീറ്റർ ദൂരമുള്ള റോഡാണിത്. 2026 അവസാനത്തോടെ റോഡ് നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3.5 മീറ്റർ വീതം വീതിയുള്ള ഇരട്ടപ്പാതകളാണ് ഉണ്ടാകുക. ടാറിംഗ് കഴിഞ്ഞ് 1.5 മീറ്റർ വീതിയുണ്ടാകും. ബോക്സ് കൺവെർട്ടറുകളും വെള്ളം ഒഴുകിപ്പോകാനുള്ള ഓടകളും ഉണ്ടാകും. ഈ വർഷം ഓഗസ്റ്റ് 1 മുതൽ രാജ്യത്തെ എഞ്ചിനീയർമാർക്ക് പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയതായി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഒമാൻ സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സ് ആണ് ഈ സർട്ടിഫിക്കറ്റ് നൽകുക. നിലവിൽ തൊഴിലെടുക്കുന്നവർക്കും ഭാവിയിൽ നിയമിതരാകുന്നവർക്കും ഇത് ബാധകമാണ്. തൊഴിൽ അനുമതി പുതുക്കാനും സ്വീകരിക്കാനും ഇത് നിർബന്ധമാകും. എഞ്ചിനീയറിംഗിനുള്ള സെക്ടർ സ്കിൽസ് യൂണിറ്റ് നൽകിയ പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായാലേ എഞ്ചിനീയർമാരുടെ വർക്ക് പെർമിറ്റ് പുതുക്കുകയോ അനുവദിക്കുകയോ ചെയ്യൂ. തൊഴിൽ സംബന്ധമായി അനുമതികളുമായി ബന്ധപ്പെട്ട് തൊഴിൽ മന്ത്രാലയത്തെ സമീപിക്കുന്നതിന് മുമ്പായി ഈ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ OSEയിൽ നൽകണം. മേഖലയിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി ഫോണിൽ സംസാരിച്ച് തുർക്കിയ പ്രസിഡന്റ് റജബ് തൊയ്യിബ് ഉർദുഖാനും ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസും. വ്യത്യസ്ത ഫോണുകളായിരുന്നു. മേഖലയിൽ സംഘർഷം വർദ്ധിക്കുന്നതും സംഘർഷം ഒഴിവാക്കി സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യവും ഭരണാധികാരികൾ ചർച്ച ചെയ്തു. ഇറാനെതിരെയുള്ള ഇസ്രായേലി കടന്നുകയറ്റവും അനുബന്ധ വികാസങ്ങളുമാണ് ഉർദുഖാനുമായി ചർച്ച നടത്തിയത്. ഈ വർഷം മേഖലയിലുടനീളം വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കും. സംഘർഷം ലഘൂകരിക്കേണ്ടതിന്റെയും ശത്രുത അവസാനിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ചർച്ചയായി. രാഷ്ട്രങ്ങളുടെ സുരക്ഷ സംരക്ഷിക്കാനും ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താനും ഇത് അത്യന്താപേക്ഷിതമാണ്. ഖരീഫ് ദോഫാർ സീസൺ വരവേൽക്കാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി. ദോഫാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക വിനോദസഞ്ചാര പരിപാടികളൊന്നാണ് ഇത്. പരിശോധനകൾ, ബോധവൽക്കരണ പരിപാടികൾ എന്നിവ പൂർത്തിയാക്കിയിട്ടുണ്ട്. ശക്തവും സുരക്ഷിതവുമായ ബിസിനസ് അന്തരീക്ഷം ഉറപ്പാക്കുകയും പ്രാദേശിക വിദേശ നിക്ഷേപം ത്വരിതപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണിത്. ദോഫാറിലെ വാണിജ്യ സാമ്പത്തിക പ്രവർത്തനം പരിഷ്കരിക്കാനുള്ള സുപ്രധാന അവസരമാണ് ഖരീഫ് ദോഫാർ സീസൺ എന്ന് ഗവർണറേറ്റിലെ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന ഡയറക്ടർ ജനറൽ മുഹമ്മദ് ഖലീഫ അൽ ബദ്രാനി പറഞ്ഞു. വാണിജ്യ സ്ഥാപനങ്ങൾ നിയമ പ്രൊഫഷണൽ മാനദണ്ഡങ്ങൾ പാലിച്ചുവോയെന്ന് ഉറപ്പാക്കാൻ ശക്തമായ നിരീക്ഷണം ആവശ്യമാണ്. മികച്ച ബിസിനസ് രീതികൾ സംബന്ധിച്ച് ഷോപ്പ് ഉടമകളെ ബോധവൽക്കരിക്കുകയും വേണം. ഇത് വിപണി പ്രവർത്തനം ത്വരിതപ്പെടുത്തുകയും ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷണം നൽകുകയും ചെയ്യും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.